സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവ പരിശുദ്ധൻ 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 പരിശുദ്ധനെന്ന് രാപകലില്ലാതെ സറാഫുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നാം ഈ ഭൂമിയിലിരുന്ന് യഹോവ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത് എന്ന് പറയുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആവശ്യമായ പ്രാണവായുവിനെ ദൈവം തന്നു. നമുക്ക് ജലം ധാരാളമായി ദൈവം തന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കും ആയി നാം ദൈവത്തെ പിന്നെയും പിന്നെയും സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ഭാഗം നമുക്ക് ആരംഭിക്കാം. ആദാമിനും ഹവ്വയ്ക്കും 2 മക്കളാണോ? ആദാമിനും ഹവ്വയ്ക്കും 2 മക്കളാണെന്ന് പരക്കെ പറയാറുണ്ട്. ആദാമിൻ്റെ സന്തതികൾ കായീനും ഹാവേലും, ഇവരല്ലോ ഭൂമിയിലെ ആദ്യ സഹോദരന്മാർ. അതുകൊണ്ട് ആളുകൾ ചിന്തിക്കുന്നത് കായീനും ഹാബേലും മാത്രമാണ് ആദാമിൻ്റെയും ഹവ്വയുടെയും സന്തതികൾ. പിന്നെ എങ്ങനെയാണ് ഈ ഭൂമി നിറഞ്ഞത് എന്നിത്യാദി ചോദ്യങ്ങൾ എന്നും ചോദിക്കുന്നു, ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചതിനെ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ അത് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയുകയും ചെയ്യാം. എന്തായാലും ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഷീഗാബാരകദലസ്സംജരകദലസിക്കോ മൈ ഫാദർ ഹല്ലേലൂയ. ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ വചനങ്ങളെ പറയുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അങ്ങയോട് അറിയിക്കുവാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അടിയൻ്റെ പറയേണ്ടും വണ്ണം പറയുവാൻ, യാചിക്കേണ്ടും വണ്ണം യാചിക്കുവാൻ, ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ അടിയന് കൃപ തരുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ ആരുടെയും തെറ്റുകൾ കുറവുകൾ കണക്കിടാതെ കർത്താവേ, നിത്യജീവന് ഞങ്ങൾ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രവർത്തികളും പ്രവർത്തനങ്ങളും ചിന്തകളുമെല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, സുവിശേഷ പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശ്വസ്തരും സമർത്ഥരുമായിരിക്കുവാൻ കൃപ ചെയ്യുമാറാകണമേ. ദൈവമേ, വേദനയിലും ഭാരത്തിലും നെടുവീർപ്പിലുമായിരിക്കുന്ന ആളുകളെ ദൈവം സഹായിക്കുകയും അവരെ അതിൽ നിന്ന് വിടുവിച്ച് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമേ. പണം കൊണ്ട് മാത്രം ദൈവമേ മനുഷ്യൻ ജീവിക്കുന്നില്ല. ദൈവമേ, അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് സാത്താനോട് ദൈവം പറയുവാനിടയായിത്തീർന്നു. കർത്താവേ, എന്നാലും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, പാർപ്പിടം ആവശ്യമാണ്. ഈ നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ്. പഠനങ്ങൾ ഞങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുത കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ബലപ്പെടുത്തി സഹായിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചും മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ മക്കളെക്കുറിച്ച് കരയുന്നവരെയും ഓർക്കുന്നു. കർത്താവേ, ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മക്കളില്ലാതെ ഹല്ലേലൂയ, നീ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്ന് പറഞ്ഞ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം കർത്താവേ, അത് യേശുവായി പരിണമിച്ചതുപോലെ ദൈവമേ, ഇവർക്കും മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്കുണ്ടാകട്ടെ. കർത്താവേ, സ്തോത്രം. മക്കളെ ചൊല്ലി കരയുന്നവർ ദൈവമേ,
മക്കൾ അടിപിടിയിലും വ്യഭിചാരത്തിലും ദൈവമേ വിവിധങ്ങളായ ദുഷ്പ്രവൃത്തിയിലും അകപ്പെട്ട് ദൈവമേ തല്ലുകാരും വായാരികളുമായി തീർന്ന് സമൂഹത്തിന് നാശമുണ്ടാക്കുമ്പോൾ അവരെക്കുറിച്ച് മാതാപിതാക്കൾ കരയുന്നു. അതുപോലെ തന്നെ മദ്യപാനികളായ മാതാപിതാക്കളെക്കുറിച്ച് മക്കൾ കരയുന്നു. കർത്താവേ, ഈ നാളുകൾ ഞങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ദൈവമേ വളരെ ദയനീയമാണ്. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. അരുതാത്തത് പ്രവർത്തിക്കുന്ന മക്കൾ, മാതാപിതാക്കൾ ദൈവമേ അത് നാട്ടിൽ വാർത്തയായി പരിണമിക്കുന്നതായ അവസ്ഥകളെയൊക്കെ ഞങ്ങൾ കാണുന്നു. ഇതിനെല്ലാം ദൈവമേ അവരുടെ ഈ പിശാചിൻ്റെ ശക്തിയിൽ നിന്ന് അവരെ വിടുവിച്ച് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. അരുതേ എന്ന് ദൈവം പറയുന്നത്, അരുതേ എന്ന് പറയുന്നത് അത് ചെയ്യാതിരിക്കുവാൻ ദൈവമേ സ്തോത്രം ഓരോരുത്തർക്കും കൃപ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ ഭക്ഷണന്മാരായി നീതികേട് പ്രവർത്തിക്കുന്നു. ദൈവമേ, അക്കൂട്ടത്തിലാരും ആയിത്തീരാതെ ദൈവത്തെ ഭയപ്പെട്ടും പ്രാർത്ഥിച്ചും ദൈവത്തെ മാനിച്ചും ജീവിക്കുവാൻ ഓരോരുത്തർക്കും കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പ്രൊഫസർ ചോദിച്ച ചോദ്യമാണ്, ആദാമിനും ഹവ്വയ്ക്കും 2 മക്കളല്ലേ ഉള്ളത്, പിന്നെ ഈ മക്കളും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നത് എങ്ങനെ? ആണ് പ്രസവിക്കുമോ എന്നൊക്കെ ചോദിച്ചവരുമുണ്ട്. ഞങ്ങൾ ഉത്തരം മുട്ടിച്ച് ദൈവമില്ല എന്നാക്കി തീർക്കുന്ന പരുവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടു ചെല്ലുന്ന ആളുകളും ഇല്ലാതെയില്ല. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന പ്രൊഫസേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു പ്രായങ്ങളിൽ തന്നെ കായീനും ഹാബേലും ആണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പഠിപ്പിച്ചിരുന്ന ആളുകളുണ്ട്. എന്നാൽ വാസ്തവം എന്താണ്? ആദാം 930 വർഷം വരെ ജീവിച്ചിരുന്നു. 930 വർഷം. ഒരു 5 കൊല്ലത്തേക്കൊരിക്കൽ ഒരു ആയിരുന്നെങ്കിലും ഉണ്ടായോ എന്നെനിക്കറിഞ്ഞുകൂടാ. അത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എത്ര മക്കളുണ്ടാകാം? ഒരു 10 കൊല്ലത്തേക്കൊരിക്കൽ ഒരു കുട്ടി ഉണ്ടായാൽ എത്ര മക്കളുണ്ടാകാം എന്ന് നമുക്ക് ഊഹിക്കാം. ഇനി ഇതിൽ ഇരട്ടകളുണ്ടാകാം, പെണ്ണുണ്ടാകാം, ആണുണ്ടാകാം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കെ തന്നെ വായിൽ ഫോഷ്ക്ക് പറയുന്ന ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യൻ ചോദിക്കുന്നത്, ഇവരിൽ നിന്ന് കായീനും ഹാബേലിൽ നിന്നും ദൈവം എങ്ങനെ പെറ്റുപെരുകുവാനിടയായിത്തീർന്നു എന്നാണ്. ഈ മനുഷ്യർ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളെ 1-ാം അധ്യായം മാത്രം വായിച്ചാൽ പോരാ. 2, 3, 4, 5, 6 അധ്യായങ്ങളൊക്കെ വായിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അറിവുണ്ടാവുകയുള്ളൂ. അപ്പോൾ 5-ാം അധ്യായത്തിൽ പറയുന്നത് കായീനെയും ഹാബേലിനെയും പോകെ പെൺമക്കളെയും ആൺമക്കളെയും ആദാം ഹവ്വയും ജനിപ്പിച്ചു എന്നാണ്. അവർക്ക് ആൺമക്കളും നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ആൺമക്കളും ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ഒരാളുടെ പേര് കൂടെ അവിടെ പറയുന്നുണ്ട്. സേത്ത് എന്ന് ആണ് അയാളുടെ പേര്.
അപ്പോൾ ആൺമക്കളും പെൺമക്കളും പെരുകി വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ഒരു ചോദ്യമുള്ളത്, പിന്നെ സഹോദരനും സഹോദരിയും അല്ലേ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കാം ചോദിക്കുന്നവർക്ക്. ശരിയാണ്, ഇന്നും മാമൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന സമൂഹങ്ങളുണ്ട്. മാമനെന്ന് പറയുന്നത് ആരാണ്? അമ്മയുടെ സഹോദരനോ അപ്പൻ്റെ സഹോദരിയോ ആയിരിക്കാം മാമനെന്ന് പറയുന്നത്. നമ്മൾ കണക്ക് നോക്കിയാൽ സഹോദരങ്ങൾ തന്നെയാണ് അവരും. ഇനി ഈ മാനവകുലം മുഴുവനും ഒരർത്ഥത്തിൽ ആദാമിൻ്റെയും ഹവ്വയുടെയും മക്കളും കൊച്ചുമക്കളുമാണ്. മറ്റൊരർത്ഥത്തിൽ നോഹയുടെയും കുടുംബത്തിൻ്റെയും മക്കളാണ് ഈ സമൂഹത്തിൽ കാണുന്ന ആണും പെണ്ണും എല്ലാം. പക്ഷേ ദൈവം പിന്നീടൊരു നിയമം കൊടുത്തു. അതുവരെ നിയമങ്ങളൊന്നുമില്ലായിരുന്നു, അവർക്ക് തോന്നിയതുപോലെ നടന്നു. ഈ പിശാച് ആണല്ലോ ഇതിന് കാരണക്കാരൻ. കാൺമാൻ നല്ലത്, തിന്മാൻ കാമ്യം, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്നൊക്കെ സാത്താൻ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട ഹവ്വ ചാടി വീണ് ആ പഴം പറിച്ച് തിന്നുകയും ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ബൈബിളിൽ എഴുതേണ്ടതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. അത് തെറ്റായിട്ടോ അത് കൂട്ടിച്ചേർത്തോ ഒന്നും എഴുതിയിട്ടില്ല. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ മക്കൾ, ലോത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുക. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ഇല്ലാത്ത കാര്യമല്ല. അങ്ങനെ അവിടുത്തെ സാഹചര്യം അങ്ങനെ വന്നു, അവരങ്ങനെ ആയിത്തീർന്നു. ഇന്നും കഴിഞ്ഞ ദിവസവും ഒരു 16 വയസ്സുള്ള പെൺകുട്ടിക്ക് അപ്പൻ ജന്മം കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നു. അധർമ്മമാണ്, അനീതിയാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചു. ആ തലമുറ ഇനി ഇല്ലാതെ പോവും, ആ തലമുറയും ഉണ്ടാകും. അപ്പോൾ കായീൻ്റെയും ഹാബേലിൻ്റെയും കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭാഗത്ത് നോഹ ആദാമും ഹവ്വയും മക്കളെ പ്രസവിച്ച് ആൺമക്കളെ പ്രസവിച്ച് പെൺമക്കളെ പ്രസവിച്ച് ഇങ്ങനെ കൂട്ടുമ്പോൾ മറുഭാഗത്ത് കായീൻ വളർന്നുകൊണ്ടേയിരുന്നു. ഈ കായീൻ നമുക്കൊരു 60 വയസ്സോ മറ്റോ പ്രായം ചെല്ലാം. ഇവൻ അനുജനെ കൊന്നതിൻ്റെ ദുഃഖത്തിൽ ദൈവം കൊടുത്ത ശാപത്തിൻ്റെ ഒക്കെ ഭാരവും പേറി ഇങ്ങനെ കുറേ വർഷങ്ങൾ ആയി എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ് 69-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചതെന്ന് ഓർക്കണം. അപ്പം കായീൻ അലഞ്ഞു നടന്നു ഈ വേദനയും പേറി. അവന് കുറേ കഴിഞ്ഞപ്പോഴാണ് കുറ്റബോധം ഉണ്ടായത്. ഞാൻ എൻ്റെ സഹോദരനെ കൊന്നല്ലോ എന്നുള്ള കുറ്റബോധം അവൻ്റെ ഹൃദയത്തിലുണ്ടായി. അവൻ ഈ ഏദേന് കിഴക്ക് തോട്ടത്തിൻ്റെ ഏതോ ഒരടുത്ത ഭാഗത്തായിട്ടായിരിക്കാം ഈ നോദ് ദേശമെന്ന് പറയുന്നത്. അവിടെ അലഞ്ഞു തിരിഞ്ഞു, ആരുമില്ലാത്തവനായി ഒറ്റയ്ക്ക് ഈ ദുഃഖങ്ങളുമൊക്കെ പേറി അലഞ്ഞു തിരിഞ്ഞു. അപ്പോൾ മറുഭാഗത്ത് അതും
ഏതേന് പുറത്ത് അല്ലെങ്കിൽ തോട്ടത്തിന് പുറത്ത് ആദാം മക്കളെ പ്രസവിച്ചു, ഹവ്വയുമായി. അവർക്ക് മക്കളുണ്ടായി. നിങ്ങൾ ചോദിക്കും അതെങ്ങനെ പാസ്റ്റേ എന്ന്. അതെ, ഞാൻ ഒറീസയിൽ ഒരിക്കൽ പോയപ്പോൾ അവിടെ 13 വയസ്സായ പിള്ളേരെ, നമ്മുടെ ഇന്ത്യയിൽ ഈ 13 വയസ്സ് 14 വയസ്സ് കഴിഞ്ഞാൽ ഭാര്യമാരെ കിട്ടൂല. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ പയ്യന്മാർക്ക് പെണ്ണ് കൊടുക്കില്ല. അവർ ഞാൻ കണ്ടെടുത്തോളം ഒരു 50 വയസ്സാകുമ്പോൾ മിക്കവാറും ആഹാരമില്ലാതെയും വസ്ത്രമില്ലാതെയും അവരുടെ ജീവിതത്തിൻ്റെ ഒരു കിടപ്പ് ഇന്നത്തേക്ക് 25 കൊല്ലത്തേക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴാണ് അവിടെ പോകുവാനിടയായിത്തീർന്നത്. സ്റ്റെയിൻസിനെയൊക്കെ കൊല്ലുന്നതിനും മുമ്പ് അവിടെ പോയപ്പോൾ അവിടെയുള്ള ആളുകളുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ചോറ് കിട്ടും, പിന്നെ കറി എന്ന് പറയുന്നത് പരിപ്പ് ഡാൽ. ഇതും കഴിച്ചും കൊണ്ടാണ് അവർ ജീവിതം നയിക്കുന്നത്. അപ്പോൾ അവിടെയും മക്കളെ പ്രസവിക്കുന്നത് 13 വയസ്സായ പെണ്ണും 18 വയസ്സായ ആണുമാണ്. അതിൽ ക്രിസ്ത്യാനിത്വം സ്വീകരിച്ച ആളുകൾ മാത്രം 23-25 വയസ്സൊക്കെ ആകുന്നതുവരെ കാത്തിരിക്കും. മറ്റുള്ളവർ ആ നാട്ടിലെ ആദിവാസികളെന്ന് പറഞ്ഞാൽ ആദിയിലുള്ള വാസികൾ, അവർ ജീവിക്കുന്ന ജീവിതം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദാമിൻ്റെയും ഹവ്വയുടെയും കാര്യം ചിന്തിച്ചുകൊണ്ട് വരുന്നു. കായീനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഒരു വശത്ത്, മറുവശത്ത് ഇവിടെ പെട്ടുപെരുകയാണ്. ആദാമിന് ആൺമക്കളും പെൺമക്കളും ജനിച്ചു. അവരിൽ നിന്ന് മക്കൾ ജനിച്ചു. അവരിൽ നിന്ന് മക്കൾ ജനിച്ചു. 100-200 വർഷം ഒക്കെ ആയപ്പോൾ ദേശം തന്നെ മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും കൊച്ചുമക്കളെ കൊണ്ടും നിറഞ്ഞു. ഒരു കൊച്ചുദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ ഒരു ആൻറ്റി, അവർ 86-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ അവർക്ക് മക്കളുടെ മക്കളും കൊച്ചുമക്കളും ചേർന്ന് 186 സന്താനങ്ങളുണ്ടായിരുന്നു. വെറും 86 വയസ്സ് അവർ ജീവിച്ചു. അവർക്ക് 10 മക്കൾ. അവരുടെ മക്കൾക്കെല്ലാം 10 മക്കളുണ്ടായി. പിന്നെ അവരുടെ മക്കൾക്ക് അത്രയും മക്കളൊന്നും ഉണ്ടായി വന്നില്ല. ഇന്ന് കണക്കാക്കിയാൽ, കഴിഞ്ഞ ദിവസവും അതിലൊരു പയ്യനെ ഞാൻ കണ്ടു. ഈ എൻ്റെ ആൻറ്റിയുടെ മകൻ്റെ മകനെ, അവനും മക്കളും കൊച്ചുമക്കളൊക്കെ ആകാറായി. അതെ, കൊച്ചുമക്കളുമായി. അപ്പോൾ വെറും 86 വയസ്സ് വരെ ജീവിച്ചിരുന്ന എൻ്റെ ആൻറ്റിക്ക് 187 കൂടുതൽ മക്കളെ കാണാൻ കഴിഞ്ഞെങ്കിൽ 930 വർഷം ജീവിച്ചിരുന്ന ആദാമിനും ഹവ്വയ്ക്കും ഒരു 10,000-3000-5000 നമ്പർലെസ് മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോഴാണ് ഇവിടുത്തെ ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ അതെന്ത് ഇതെന്ത് മറ്റൊരു കുന്തം എന്ന് പറയുന്നത് പോഷത്വമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴും കോട്ടയത്ത് ഒരമ്മയ്ക്ക് 17 മക്കളോ മറ്റോ ഉണ്ടായി. ഇപ്പോൾ മരിച്ചതേ ഉള്ളൂ. ഇനി ഞാനൊരു കൺവെൻഷൻ മീറ്റിങ്ങിന് വേണ്ടി പോയപ്പോൾ അവിടെ വന്ന ഒരു ദൈവദാസന്
ദേവദാസൻ 18ാമത്തെ മകനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് 18ാമത്തെ മകനാണ്. ഇനിയും ഒരു ജോൺ വെസ്ലിയോ മറ്റോ ആണ് ഒരു പ്രാസംഗികൻ. അദ്ദേഹം അമ്മയ്ക്ക് 18ാമത്തെ മകനാണ്. അതെവിടെ? ഈ 20ാം നൂറ്റാണ്ടിൽ. 20ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BC 4000-ലെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ശാപനിമിത്തം നീ മക്കളെ പ്രസവിച്ച് വേദനയോടെ പെരുകി ഭൂമിയെ അവകാശമാക്കുന്ന ആ ഒരു അനുഗ്രഹമായാലും ശാപമായാലും അവർക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. അവർ പ്രസവിച്ചു കൊണ്ടേയിരുന്നു. അവരുടെ മക്കളും പ്രസവിച്ചു. അതിൽ ഏതോ ഒരു കുട്ടിയെ ഈ അലഞ്ഞു തിരിയുന്ന കായീൻ കണ്ടു. ഈ കായീൻ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചതുപോലെ ഒരു 60 വയസ്സായെന്ന് കരുതിക്കൊള്ളൂ. 60 വയസ്സായപ്പോൾ മക്കളും കാണത്തക്ക നിലയിൽ ആയി. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവൻ അലഞ്ഞു തിരിയുമ്പോൾ നോദ് ദേശത്ത് ചെന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. അവൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചു. അവനും മക്കളുണ്ടായി. ഇതാണ് യാഥാർത്ഥ്യം. ഇതിനു വേണ്ടി ഇവിടെ ഓരോരുത്തർ പെടുന്ന പാടുകൾ നോക്കിയാൽ അതെങ്ങനെ ഉണ്ടായി. ഇല്ല സഹോദരങ്ങളെ, ഇപ്പോഴും ഈ 20ാം നൂറ്റാണ്ടിലും സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ്. ഇപ്പോഴാണ് നാം നമുക്ക് രണ്ടായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സംശയം ഈ കേൾക്കുന്ന ഇതിനു വേണ്ടിയാണ് ഇത്രയും സമയം ഞാൻ എടുത്തത്, നിങ്ങളോട് പറഞ്ഞത് ഈ കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. ആദാമിനും ഹവ്വയ്ക്കും 2 മക്കളല്ല, നമ്പർലെസ്, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കായീൻ കല്യാണം കഴിച്ചപ്പോൾ ജനം പെരുകിക്കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ തമിഴ്നാട്ടിൽ ഇപ്പോഴും പോയി നോക്കിയാൽ അവിടെ കാണുന്നത് മാമന്മാരെയാണ് കല്യാണം കഴിയുന്നത്. നിങ്ങൾക്കറിയാമോ? അമ്മാവൻ കല്യാണം എന്നാണ് അതിനെ പറയുന്നത്. അമ്മയുടെ സഹോദരനാണ് ശേഷകാരിയെ കല്യാണം കഴിയുന്നത്. ഇനി ഓരോ രാജ്യത്തിൽ എന്തെല്ലാം ആചാരങ്ങളാണുള്ളതെന്ന് ആർക്കറിയാം? ഇപ്പോൾ ഇറാനിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 13 വയസ്സായ പിള്ളേരെ കല്യാണം കഴിച്ചുകൊള്ളാനാണ്. നമുക്ക് ഇവിടെ പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 23 വയസ്സുമാണ് പ്രായമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഇറാനിൽ 13 വയസ്സായ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം എന്നാണ്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത മനുഷ്യൻ പറയുന്നതിന് നിങ്ങൾ കേൾക്കരുതേ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. നമ്മുടെ ഷാജഹാന് തന്നെ 10-12 ഭാര്യമാരുണ്ടായിരുന്നതിൽ അതിൽ 12ാമത്തെ ഭാര്യയായിട്ടാണെന്ന് തോന്നുന്നു മുംതസ് മകൾ. അവൾ സൗന്ദര്യമുള്ളവളായിരുന്നു. അവൾ 13ാമത്തെ പ്രസവത്തിലാണോ മറ്റാണ് അവൾ മരണപ്പെട്ടത്. അപ്പോൾ ഈ ഗൾഫ് നാടുകളിലെ പ്രസവത്തെക്കുറിച്ചൊന്നും പറയണ്ട. അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രസവിക്കുന്നു, എത്ര എണ്ണമെന്നൊന്നുമില്ല, അവരങ്ങ് വളർന്നുള്ളൂ എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ദൈവത്തിലെ വിശ്വാസം അവർക്കുണ്ടാകും. ദൈവം കൊടുത്താൽ പുരാണത്തിനും ഒരു കഥ അങ്ങനെ ഉണ്ട്, പേര് മറന്നുപോയി. അദ്ദേഹം ഭാര്യയോട് ചോദിക്കുന്നത് ആ കുട്ടിക്ക് വായുണ്ടോ എന്നാണ്. പ്രസവിച്ച് കഴിയുമ്പോൾ
അദ്ദേഹത്തിനും 12 മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ ദാരിദ്ര്യമാണ്, ഒന്നുമില്ല, അവിടെ പിള്ളേരെ ഇട്ടിട്ട് പോകുമായിരുന്നു എന്നാണ് കഥയിൽ പറയുന്നത്. അവർ പ്രസിദ്ധരായി തീർന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ വായില്ലാത്ത ഒരു പെൺകുട്ടിയെ പ്രസവിച്ചപ്പോൾ അതിനെ മൂകാംബിക എന്നാണ് പേര് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള കഥ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ 10, 12, 13 ഒക്കെ ഈ 20-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ BC യേശുവിന് മുമ്പ്, യേശുവിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ BC 4000-ലൊക്കെ ആദാമിൻ്റെ കാലഘട്ടത്ത് ഇതൊന്നും ഒരു പുത്തരിയല്ല ദൈവമക്കളെ. ഞാൻ പറഞ്ഞതുപോലെ അതങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. ഇദ്ദേഹം ദുഃഖിച്ച് ഭാരപ്പെട്ട് നടന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോയി. 10-60 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചുറ്റി നടക്കുമ്പോൾ ഈ ഏദേന് കിഴക്കെന്ന് പറയുന്ന സ്ഥലത്ത്, ഏദേന് കിഴക്കാണ് ഏദേൻ തോട്ടം, ആ തോട്ടത്തിൻ്റെ കുറേ അകലെയായിട്ട് 10-25 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. അവളെ വിവാഹം കഴിച്ചു, ഭാര്യയായി സ്വീകരിച്ചു. അതിലും മക്കളുണ്ടായി എന്ന് കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നതും അതിന് മാറ്റമില്ലാത്തതും ആണ്. തെറ്റിപ്പോകാതെ ദൈവത്തിൻ്റെ വചനത്തെ അങ്ങനെ തന്നെ പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഇനിയും ജനിക്കുന്ന തലമുറകളോട് ആരെങ്കിലും, ഞാനിപ്പോഴും 1-2 സ്ഥലത്തൊക്കെ ചെന്ന് ചോദിച്ചപ്പോൾ അവരും ചില പാസ്റ്റർമാർ പോലും പറഞ്ഞത് ഏതൊന്നും ചോദിക്കരുത്, ആളൊക്കെ വേണമെങ്കിൽ പറഞ്ഞു തരാം നിങ്ങൾ വന്നാൽ. ആദാമിന് പാസ്റ്റ് 2 മക്കളല്ലേ ഉണ്ടത് എന്നാണ് അങ്ങേരും പഠിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ടോപ്പിക്ക് കായീൻ്റെ ഭാര്യ ആരാണ്, അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാനിവിടെ പറയുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ച ഈ വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പഠിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അത് ഭക്തിയോടുകൂടെ ജനമേറ്റെടുക്കുവാൻ കൃപ ചെയ്യണമേ. വചനങ്ങളെ സംശയിക്കാതിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഞാനിന്ന് ചോദിക്കുന്ന 2 ചോദ്യം, ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്താണ്? ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്താണ്? രണ്ടാമത്തെ ചോദ്യം, അഗാധകൂപത്തിൽ വീഴ്ത്തിയവൻ്റെ, അതായത് അഗാധകൂപത്തിൽ ഒരുത്തൻ വീണു, അവന് 1-ലധികം പേര് പറയുന്നുണ്ട്. ആ പേരുകൾ എന്തൊക്കെയാണ്? 1, ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി അതാണ്. രണ്ടാമത്തത്, അഗാധകൂപത്തിൽ വീണവൻ്റെ മുഴുവൻ പേര് എന്താണ്?